Hi everyone, welcome back to our YouTube channel Let's Smile PSC. നമ്മുടെ 30 ഡേയ്സ് ഇംഗ്ലീഷ് മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഡേ 12th ക്ലാസ് ആണ് എന്നുള്ളത്. ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നുള്ളതാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആ കാര്യങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് സഹകരിക്കാം. അപ്പം നമുക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് ഡയറക്റ്റ് സ്പീച്ച് എന്നുള്ളതാണ്. ഇൻ ഡയറക്റ്റ് സ്പീച്ച് വി കോട്ട് ദ എക്സാക്ട് വേർഡ്സ് സ്പോക്കൺ ബൈ എ പേഴ്സൺ യൂസിങ് കൊട്ടേഷൻ മാർക്ക്. ഓക്കെ, അപ്പം ഡയറക്റ്റ് സ്പീച്ചിൽ എന്താണ് ചെയ്യുന്നത്? ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന വാക്കുകളെ അങ്ങനെ തന്നെ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ കൊട്ടേഷൻ മാർക്കിനുള്ളിൽ പറയുന്നതിനാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഷീ സെഡ് ഐ ആം ഹാപ്പി. അവൾ പറഞ്ഞു ഞാൻ ഹാപ്പിയാണ് എന്ന്. ഓക്കെ, അപ്പോൾ അത് അതുപോലെ തന്നെയാണ്, അതിനുള്ള വാക്കുകളൊന്നും മാറ്റുന്നില്ല. ഓക്കെ, ഇതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ. ഇൻ ഇൻഡയറക്റ്റ് സ്പീച്ച് വി റിപ്പോർട്ട് വാട്ട് സം വൺ സെഡ് വിത്തൗട്ട് കോട്ടിങ് ദ എക്സാക്ട് വേർഡ്. ഇൻഡയറക്റ്റ് സ്പീച്ച് ഞാൻ ചെയ്യുന്നത് ഒരാൾ പറഞ്ഞ കാര്യം അയാൾ പറഞ്ഞ വാക്കുകൾ അങ്ങനെ തന്നെ അല്ലാണ്ട് അതിന് നമ്മളുടെ രീതിയിൽ നമ്മൾ പറയുന്ന രീതി, നമ്മളതിന് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുമ്പോഴാണ് നമ്മളതിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ഹാപ്പി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഷീ സെഡ് ഐ ആം ഹാപ്പി എന്നുള്ളതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ഹാപ്പി എന്ന് മാറി. ഓക്കെ, അപ്പം അത് ഞാൻ പറയുകയാണ്, അവൾ പറഞ്ഞു അവൾ ഹാപ്പി ആണെന്ന് അവൾ പറഞ്ഞു എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, അതിപ്പം വേറൊരാളെ പറ്റി ഞാൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെയുള്ളവയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്, ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെ ചേഞ്ചസ് ആണ് ഒരു ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുത്തുന്നത്? ടെൻസിൽ ചേഞ്ചസ് ഉണ്ടാവും, അതുപോലെ തന്നെ പ്രൊനൗണിലുള്ള ചേഞ്ചസ് ഉണ്ടാവും, അതുപോലെ തന്നെ ടൈം അല്ലെങ്കിൽ ആ ഒരു വേർഡിന്റെ പ്ലേസിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, അതായത് നൗ എന്നുള്ളത് ദെൻ ആവും, ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ എന്നാവും, ഹിയർ എന്നുള്ളത് ദേർ എന്നാവും. അങ്ങനെ ടൈം വേർഡ്സിലും അതേപോലെ തന്നെ പ്ലേസ് വേർഡ്സിലുമുള്ള ചേഞ്ചസും ഉണ്ടാകാം. നമുക്ക് ഇതിനൊക്കെ ഓരോന്നിനെയും പറ്റി നമുക്ക് കൃത്യമായിട്ട് അടുത്ത സ്ലൈഡുകളിലായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡയറക്റ്റ് സ്പീച്ച് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള സെന്റൻസുകളെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകുന്ന സമയത്ത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുന്നതായിട്ടുണ്ട്. അതായത് ഐ ഈറ്റ് റൈസ് എന്നുള്ളത് എന്തായിട്ട് മാറി? ഹീ എയ്റ്റ് റൈസ് എന്നുള്ള രീതിയിലേക്ക് മാറി. അതായത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഈറ്റ് എന്നുള്ളതിനെ ആ ഒരു വെർബിനെ നമ്മൾ എന്ത് ചെയ്തു? സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി, അതായത് എയ്റ്റ് എന്നുള്ളതിലേക്ക് മാറ്റി. ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ, അപ്പുറം ഇപ്പുറം നമുക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് അതിന്റെ ടെൻസ് മാത്രം മാറുന്നത് ആദ്യം നമുക്ക് നോക്കാം. അതെ, പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. അവിടെ കണ്ടോ കറക്റ്റ് ആയിട്ടുള്ളൊരു ഇതുണ്ട്. അതായത് പ്രസന്റുകളെല്ലാം പാസ്റ്റ് ആയിട്ട് മാറുന്നു, ബാക്കിയുള്ള അതിന്റെ മറ്റു കാറ്റഗറീസ് കറക്റ്റ് ആയിട്ട്. അതായത് സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറി, പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറി. മനസ്സിലായില്ലേ? അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ ഇനി സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റും. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കും. അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ആണ് പറയുക. അതായത് ഐ ഹാഡ് ഈറ്റൺ എന്നുള്ളത് ഹി ഹാഡ് ഈറ്റൺ എന്നുള്ള രീതിയിൽ ഹാഡ് ഈറ്റൺ അതുപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോവുകയാണെങ്കിൽ വില്ലുള്ളത് വുഡായിട്ട് മാറും. അതുപോലെ ഫ്യൂച്ചർ കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ വിൽ ബി എന്നാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ വരിക, അപ്പം വുഡ് ബി ആകും. അതുപോലെ തന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റിൽ വുഡ് ഹാവ് ആകും. ഓക്കെ, അത്രയുമാണ് വ്യത്യാസങ്ങളുള്ളത്. അപ്പോൾ നമുക്ക് പാസ്റ്റിലേക്ക് വരുമ്പോൾ എല്ലാം പെർഫെക്റ്റ്, അതായത് സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും. പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. പാസ്റ്റ് പെർഫെക്റ്റിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, അതുപോലെ തന്നെയാണ് ഉണ്ടാവുക. ഇത്രയും ഓർത്ത് നോക്കുക, അതും എളുപ്പമല്ലേ? അതായത് പാസ്റ്റുകളെല്ലാം അതിൻ്റെ പെർഫെക്റ്റിലേക്ക് മാറും. അതായത് സിമ്പിൾ പാസ്റ്റ് എന്നുള്ളതിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് എന്നുള്ളതായി. പാസ്റ്റ് കണ്ടിന്യൂസ് എന്നുള്ളതിന് പാസ്റ്റും കണ്ടിന്യൂസ് അവിടെ തന്നെ നിർത്തിയതിനു ശേഷം നടുക്കൊരു പെർഫെക്റ്റ് വരും. അങ്ങനെ മാത്രം. പാസ്റ്റ് പെർഫെക്റ്റിന് എന്തില്ല? ചേഞ്ചസ് ഉണ്ടാവുന്നില്ല. ഇനി ഫ്യൂച്ചറിൽ വരുമ്പോൾ വില്ലുകളെല്ലാം വുഡായിട്ട് മാറും എന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് അതിൽ ചില തെറ്റുകൾ എന്തൊക്കെയാണെന്ന് വരുത്തുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഷീ സെഡ് ദാറ്റ് ഐ ആം ടയേർഡ് എന്ന് പറയുന്നത് അവിടെ ഐ എന്ന് നമ്മൾ ഐ ആം എന്നല്ല പറയുന്നത്, പകരം ഷീ വാസ് അല്ലേ. അവള് പറഞ്ഞു അവള് ടയേർഡാണ് എന്നാണ് പറയാൻ. അവള് പറഞ്ഞു ഞാൻ ടയേർഡാണെന്ന് പറഞ്ഞാൽ അർത്ഥം മാറിയില്ലേ? അപ്പൊ അവള് പറഞ്ഞു അവള് ടയേർഡാണ്. അപ്പൊ എങ്ങനെ പറയണം? ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ടയേർഡ് എന്നാവും. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസന്റിനെ നമ്മൾ
സിമ്പിൾ പ്രസന്റ് നമ്മൾ സിമ്പിൾ പാസ്റ്റിലേക്കാണ് മാറ്റുക. അപ്പം സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ടാണ് അവിടെ വാസ് വന്നത് കേട്ടോ. അതുപോലെ തന്നെ ഹീ സെഡ് ഹി ഈസ് കമ്മിങ് എന്നുള്ളത് ഹീ സെഡ് ഹി വാസ് കമ്മിങ്. ഓക്കെ, എന്താണ് നമ്മളുടെ റിപ്പോർട്ടർ സ്പീച്ചിൽ നമുക്ക് എന്തില്ല, പ്രസന്റ് ടെൻസുകളില്ല. റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രസന്റ് ടെൻസുകളില്ല. അതുകൊണ്ട് തന്നെ പാസ്റ്റിലേക്കാണ് നമ്മളത് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഹീ സെഡ് ഹി ഈസ് കമ്മിങ് എന്നുള്ളത് തെറ്റായിട്ടുള്ള ഉപയോഗമാണ്. പകരം അതിന് പകരം എന്ത് വേണം, ഹി വാസ് കമ്മിങ് എന്നുള്ളത് ചെയ്യണം. ഓക്കെ, ഷീ ടോൾഡ് ഐ ആം സിക്ക് എന്നുള്ളതിന് അതിനെങ്ങനെ വേണം, ഷീ സെഡ് ആവണം, ടോൾഡ് എന്നല്ല. അവൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ സെഡ് ആണ് വരേണ്ടത്. ഐ ആം സിക്ക് എന്നുള്ളതിന് എങ്ങനെ വരും, ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ വാസ് സിക്ക് എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ഷീ ടോൾഡ് എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ ചെയ്തു, ടോൾഡ് അവിടെ എന്താണ് എന്നോടാണ് പറഞ്ഞെന്നുള്ള രീതിക്ക് അവിടെ മീ ചേർക്കുന്നുണ്ട്. ഷീ ടോൾഡ് ദാറ്റ് എന്നുള്ളതും ഓക്കെയാണ് അവിടെ മീ എന്നുള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ വാസ് സിക്ക്. എന്ത് വേണ്ട, ഐ ആം സിക്ക് എന്നല്ല വരേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പ്ലേസിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ പ്രൊനൗണുകളിലും നൗണുകളിലും ഒക്കെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും നോക്കാം. നൗ എന്നുള്ളത് ദെൻ ആയിട്ട് മാറും. എങ്ങനെയാ, ഐ വാണ്ട് ഇറ്റ് നൗ എന്നാണ് ഒബ്ജക്റ്റ് ആയിട്ടുള്ളത്. നൗ അവിടെ ഒബ്ജക്റ്റ് ആയിട്ടാണുള്ളതെങ്കിൽ എന്ത് വരും, ഹി സെഡ് ഹി വാണ്ട് ഇറ്റ് ദെൻ. അതായത് നൗ എന്നുള്ളത് ദെൻ ആയിട്ട് മാറും. അതുപോലെ തന്നെ ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആയി മാറും. ടുമാറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ എന്നോ ദ ഫോളോവിങ് ഡേ എന്നോ ആയിട്ട് മാറും. യെസ്റ്റർഡേ എന്നുള്ളത് ദ ഡേ ബിഫോർ എന്ന് ആയിട്ട് മാറും. ഹിയർ എന്നുള്ളത് ദേർ ആവും. ദിസ് എന്നുള്ളത് ദാറ്റ് ആവും. ദീസ് എന്നുള്ളത് ദോസ് ആകും. അപ്പൊ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റുകളിൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ, അതായത് പെർട്ടിക്കുലർ ടൈം കാണിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ടൈം കാണിക്കുന്നതിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇതൊക്കെയാണ്. ഇനി ഐ എന്തായിട്ട് മാറും, ഹിയോ ഷിയോ ആയിട്ട് മാറും. അതായത് പ്രൊനൗണിലുള്ള ചേഞ്ചുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഐ എന്ന് പറയുന്നത് ഹിയോ ഷിയോ ആയിട്ട് മാറും. വി എന്നുള്ളത് ദേ ആയിട്ട് മാറും. മൈ എന്നുള്ളത് ഹിസ് അല്ലെങ്കിൽ ഹെർ എന്നായിട്ട് മാറും. മീ എന്നുള്ളത് ഹിം അല്ലെങ്കിൽ ഹെർ എന്നായിട്ട് മാറും. ഇങ്ങനെയുള്ള ചേഞ്ചസ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആവുന്ന സമയത്ത് പ്രൊനൗണിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി നമ്മൾ ഈ ഒരു സാധനം നമ്മൾ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ, നമ്മുടെ ഡയറക്റ്റ് സ്പീച്ച് ഒരു ക്വസ്റ്റ്യൻ ഉള്ളതാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോലെ 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും WH ക്വസ്റ്റ്യൻസും. ഇനി എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളെയാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പറയുന്നത്. പിന്നെ WH ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവുമല്ലോ, അത് WH സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് വേർ, വെൻ, വൈ, അങ്ങനെയുള്ള WH സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടല്ലോ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് പറയുന്നത്. അത് കുറച്ചുകൂടി എന്തുണ്ടാവും, കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ടുള്ള ഉത്തരവായിരിക്കും നമുക്ക് WH ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യനിലാണെങ്കിൽ നമ്മളവിടെ ഈഫോ വെദറോ ആണ് ഉപയോഗിക്കുക. അതായത് ഹി ആസ്ക്ഡ് ആർ യു ഓക്കെ എന്നാണുള്ള ക്വസ്റ്റ്യൻ ആണ് ഉള്ളതെങ്കിൽ അങ്ങനെ വരും, ഹി ആസ്ക്ഡ് ഇഫ് ഐ വാസ് ഓക്കെ എന്നുള്ളത് വരും. അതല്ലെങ്കിൽ വെദർ ഐ വാസ് ഓക്കെ. നമ്മുടെ ഓൾറെഡി നമ്മൾ പറഞ്ഞ ചേഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ, ടെൻസിലുള്ള ചേഞ്ചസ്, അതുപോലെ തന്നെ പ്രൊനൗണിലുള്ള ചേഞ്ചസ്, ടൈമിലുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തണം. പക്ഷെ അത് കണക്ട് ചെയ്യുന്നത് ഒന്നുകിൽ ഇഫ് അല്ലെങ്കിൽ വെദർ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇനി WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ത് ചെയ്യും, ആ WH വേർഡ് അങ്ങനെ തന്നെ ആണ് എടുക്കുക. അതിനുശേഷം ആ ക്വസ്റ്റ്യൻ മാർക്ക് കളയുന്ന രീതിയിലായിരിക്കും. അതായത് ഷീ ആസ്ക്ഡ് വേർ ഡു യു ലീവ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്താണ്, ഷീ ആസ്ക് വേർ ഐ ലീവ്. യു എന്തായിട്ട് മാറി, ഐ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ വേർ ഡു ഐ ലിവ്ഡ് എന്നാവും. ഓക്കെ, അപ്പൊ വേർ ഡു യു ലീവ് എന്ന് പറയുന്നത് അതൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ഏത് ടെൻസിലാണുള്ളത്, അത് പ്രസന്റ് ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതിന് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യനെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുമ്പോൾ അത് V2 ഫോമിലേക്ക് മാറ്റണം. നമ്മുടെ വെർബ് V2 ഫോമിലേക്ക് മാറ്റണം. ലിവ് എന്ന് പറയുന്നതിന്റെ V2 ഫോം ലിവ്ഡ് ആണ്. സോ നമ്മളത് ഉപയോഗിക്കണം. ഇത്രയും ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഇതാണ്. അതായത് WH ക്വസ്റ്റ്യനും എസ് ഓർ നോ ക്വസ്റ്റ്യനും ഡിഫറെന്റ് ആയിട്ടാണ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഇഫ് ചേർത്തിട്ടാണ് പിന്നെ 2 സെന്റൻസുകൾ ബന്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ഒരു WH വേർഡിനെ ഉപയോഗിച്ചുകൊണ്ടാണ് കണക്ട് ചെയ്യുക. പക്ഷെ അതിന് മറ്റുള്ള ക്വസ്റ്റ്യൻ ഫോർമാറ്റിന് എന്ത് ചെയ്യണം, നമ്മൾ റിമൂവ് ചെയ്യുകയും വേണം. ഇനി ഇംപറേറ്റീവ് സെന്റൻസ്, അതായത് ഒരു കമാൻഡോ ഒരു റിക്വസ്റ്റോ ഒക്കെയാണ് നമ്മുടെ ഡയറക്റ്റ്
സെന്റൻസിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിൽ ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ മാറ്റുമ്പോൾ ടു പ്ലസ് വെർബാണ് ഉപയോഗിക്കുക. നമ്മളതിനെ എന്താ ടു പ്ലസ് വെർബിന് നമ്മൾ എന്ത് പറയും? ഇൻഫിനിറ്റീവ് എന്ന് പറയാം അല്ലെ? ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുക ഇമ്പറേറ്റീവ് സെന്റൻസ്. ഫോർ എക്സാമ്പിൾ ക്ലോസ് ദ ഡോർ അല്ലെങ്കിൽ ഹി ടോൾഡ് ക്ലോസ് ദ ഡോർ എന്നാണെങ്കിൽ ഹി ടോൾഡ് മീ ടു ക്ലോസ് ദ ഡോർ എന്നുള്ള രീതിയിലേക്ക് മാറും. ഓക്കെ, ക്ലോസ് ദ ഡോർ എന്നുള്ളത് അതുപോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. മുമ്പിൽ ഒരു ടു ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡോൺ ഷൗട്ട് എന്ന് പറയുന്നതും ഷീ ടോൾഡ് ഹിം, അതിപ്പോ പറഞ്ഞുള്ള സെന്റൻസ് അനുസരിച്ചായിരിക്കും മാറുക. ഹിം എന്നോ മീ എന്നോ ആയിരിക്കും. നോട്ട് ടു, ഡോണ്ട് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? ഡോണ്ട് എന്ന് പറഞ്ഞാൽ നോട്ടാണ്. അപ്പൊ നോട്ട് ടു ഷൗട്ട് എന്ന് വേണം. ഓക്കെ, അങ്ങനെ ആണ് ഇമ്പറേറ്റീവ് സെന്റൻസുകളാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റേണ്ടത്. എന്ത് ചെയ്യണം? ടു പ്ലസ് വെർബ് ഫോം യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ആ കമാൻഡ് അങ്ങനെ തന്നെ നമുക്ക് ടു ചേർത്തതിന് ശേഷം ആ കമാൻഡ് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പം ഇനി കുറച്ച് കറക്റ്റ് ആൻഡ് റോങ് സെന്റൻസുകൾ ഉണ്ട്. അതായത് ഷീ സെഡ് ദാറ്റ് ഐ ആം ടയേർഡിന് പകരം എന്ത് വേണം? ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ടയേർഡ് എന്ന് വരണം. അതുപോലെ തന്നെ ഹീ സെഡ് ഹീ ഈസ് കമ്മിങ് എന്നുള്ളതിന് എന്താക്കണം? ഹീ സെഡ് ഹീ വാസ് കമ്മിങ് എന്നുള്ളത് വേണം. അതുപോലെ തന്നെ ഷീ ടോൾഡ് ഐ ആം സിക്ക് എന്നുള്ളതിന് ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ വാസ് സിക്ക് എന്ന് മാറും. ഇനി എവിടെയൊക്കെയാണ് നമ്മൾക്ക് ചേഞ്ചസ് എന്താ പറയുക, നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ വ്യത്യാസങ്ങളൊന്നും, ടെൻസ് വ്യത്യാസമൊന്നും വരാത്തത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് ദ റിപ്പോർട്ടിംഗ് വെർബ് ഈസ് ഇൻ പ്രസന്റ് ഓർ ഫ്യൂച്ചർ, റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റിലോ ഫ്യൂച്ചറിലോ ആണ് ഉള്ളതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഷീ സേസ് ഐ ലൈക്ക് ഇറ്റ്, അതിനുള്ള റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് ലൈക്ക് എന്നുള്ളതാണ്. ലൈക്ക് പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. സോ അത് മാറില്ല. അപ്പൊ എന്ത് വരും? ഷീ സേസ് ദാറ്റ്. എന്തുകൊണ്ടാണ് ഷീ സേസ് ദാറ്റ് വന്നത്? അത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിലുള്ള കാര്യമാണ്. കാരണം ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് വെർബിന്റെ കൂടെ എസ് ചേർക്കണം. അതുകൊണ്ട് സേസ് എന്നായി. ദാറ്റ് ഷീ ലൈക്സ് ഇറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രസന്റ്, മറ്റേ നമ്മുടെ സിമ്പിൾ പ്രസന്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞത് ചേർക്കുകയാണെങ്കിൽ ഷീ ലൈക്ക്ഡ് ഇറ്റ് എന്നാണ് വരേണ്ടത് അല്ലേ? പക്ഷെ അതൊരു ഈ ഒരു റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റിലായത് കൊണ്ടാണ് നമുക്ക് ഷീ ലൈക്സ് ഇറ്റ് എന്ന് വന്നത്. ഇനി അടുത്തതാണ് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫാക്ട് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ടെൻസസ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ഹി സെഡ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഓക്കെ, എന്താണ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കോമൺ ഫാക്ട് ആണ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അതിൽ എനിക്ക് മാറ്റം വരുത്താൻ പറ്റുമോ? അല്ലല്ല. നാളെ തൊട്ട് നമുക്ക് സൂര്യനെ കിഴക്കിന് പകരം നമുക്ക് വടക്ക് ഉദിപ്പിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല അല്ലെ? അപ്പൊ അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെയും നമ്മൾ ടെൻസ് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? മാറ്റാൻ വേണ്ടി പാടില്ല. എങ്ങനെ വരും? അത് ഹി സെഡ് ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നുള്ള രീതിയിലാണ് വരിക. അവിടെ ടെൻസിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ഒരു പ്രാക്ടീസ് സെക്ഷനാണ്. ഇവിടെ 5 സെന്റൻസുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിനെ നിങ്ങൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റിയിട്ട് കമന്റ് ചെയ്യുക. എത്ര പേർക്ക് ശരിയാകുന്നുണ്ട് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് പൗസ് ചെയ്തിട്ട് ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം കൺവേർട്ട് ചെയ്യുക. അപ്പം ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ ഒരു ഉദ്യമത്തെ സഹായിക്കുക, സഹകരിക്കുക. Thank you for watching. Bye.